ഹലോ, എല്ലാവർക്കും മിനുസ്കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഓട്സ് കേക്കാണ് ചെയ്യാൻ പോണത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് ഞാൻ റോസ്റ്റ് ചെയ്തും ഒന്നും ചെയ്തിട്ടില്ല, സാധാ ഓട്സാണ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. 1 കപ്പ് ഓട്സ് പൊടിച്ചെടുക്കുമ്പോൾ ഇത്രയും ഉണ്ടാവും. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോറാണ് ചേർക്കുന്നത്, അഥവാ ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും 1 കപ്പിൻ്റെ മെഷർമെൻ്റ് ആവും. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓട്സ് പൊടി ആയതുകൊണ്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് കുറച്ച് സമയമെടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും സോൾട്ടൊക്കെ എത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുറച്ച് സമയമെടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി 4 മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. മുട്ട സെപ്പറേറ്റ് ചെയ്യണം. അതിൻ്റെ യോക്കും വൈറ്റും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുട്ട സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വൈറ്റിൽ യോക്കിൻ്റെ ഒട്ടും തന്നെ പാടില്ല. കേക്ക് പൊങ്ങി വരാൻ പാടാണ്. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പം ആദ്യം വൈറ്റ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവണത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗിൻ്റെ വൈറ്റ് നല്ല പോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും ബീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റായി വരുന്നത്. ഇനി നമ്മളുടെ യെല്ലോ പോർഷനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടാണ് യെല്ലോ പോർഷന് ബീറ്റ് ചെയ്യാൻ പോണത്. നന്നായിട്ട് ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. യെല്ലോ പോർഷൻ നല്ല ക്രീമിയായി വന്നതിന് ശേഷം ഇതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ കേക്കിൽ എന്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഓട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ കുറച്ച് ഓട്സ് ഇടുക. അതുപോലെ നമ്മൾ വൈറ്റ് പോർഷനും കുറേശ്ശെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുമിച്ചിടരുത്. നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം കേക്കിനുള്ള ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാനായിട്ട്. ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 30 മിനിറ്റായി നമ്മൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് വെച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഉള്ളു വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ച് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വരുമ്പോൾ നമ്മൾ കേക്ക് ബേക്കായി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി ഇത് സിമ്പിളായിട്ട് എങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ഓട്സ് ഞാനൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബട്ടറിലാണ് ഞാൻ ഓട്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ കേക്കിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഗാർണിഷിങ്ങാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഞാൻ ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കണ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചെറിയോണ്ട് ക്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ക്രഷ് സ്ട്രോബെറി ക്രഷ് ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഈ ക്രഷ് ഒഴിക്കുന്നതിന് മുന്നായിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രഷ് ഒഴിക്കുമ്പം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കേക്കായിരുന്നു, ഓട്സ് കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേക്കിനുള്ളത്. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്